നിങ്ങളുടെ ബാത്റൂമിൽ ഫോൺ ഉപയോഗിക്കുന്ന ഫ്രണ്ടിന് ഈ വീഡിയോ ഒന്ന് ടാഗ് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്നതെല്ലാം ഈക്കോളൈ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയയാണ്. ഇപ്പം നിങ്ങൾ ഈ കണ്ടത് നമ്മൾ കുറച്ച് നാൾ മുന്നേ ഇതേപോലെ മൊബൈൽ ഫോണിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് അഴുക്കെടുത്ത് സാമ്പിൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടതാണ്. ബാത്റൂമിൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ ഫോണായിരുന്നു അത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കൾച്ചർ ചെയ്ത ഒരു ഇമേജ് ഇപ്പോൾ കാണിച്ചു തരാവേ. അങ്ങനെയാണ് നമ്മൾ ഇത് ഈക്കോളൈ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തത്. ഗ്രാം സ്റ്റെയിനിങ് മെത്തേഡ് വഴിയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. നമ്മൾ സാമ്പിൾ എടുത്തതിൽ നിന്ന് മെജോറിറ്റി ആയിട്ട് കണ്ടത് ഈക്കോളൈ ആണെങ്കിലും അതിൻ്റെ കൂടെ മറ്റു ബാക്ടീരിയകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല, ബാത്റൂമിൽ നിങ്ങൾ എന്തു ഒബ്ജക്റ്റ് ഉപയോഗിച്ചാലും അവിടുത്തെ ഹ്യൂമിഡ് അന്തരീക്ഷത്തിൽ നമുക്ക് ഈക്കോളയും അതുപോലത്തുള്ള മറ്റു ബാക്ടീരിയകളെല്ലാം ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ ഫോണിലോ നമ്മൾ ഉപയോഗിക്കുന്ന തുണികളിലോ എല്ലാം അവിടത്തും ഉണ്ടാവും. തുണികളും മറ്റും നമ്മൾ വാഷ് ചെയ്യാറുണ്ട്, പക്ഷേ നമ്മുടെ ഗാഡ്ജറ്റ് ആയിട്ടുള്ള സ്മാർട്ട് വാച്ച്, മൊബൈൽ ഫോൺ, നെക്ക് ബാൻഡ് ഇതൊന്നും നമ്മൾ വാഷ് ചെയ്യാറോ ക്ലീൻ ചെയ്യാറോ ഇല്ല. 2-3 വയസ്സുള്ള കുഞ്ഞു മക്കളെല്ലാം ഈ ഗാഡ്ജറ്റ് നമ്മളിൽ നിന്ന് വാങ്ങി കടിക്കുകയും അവർക്ക് ഫുഡ് കൊടുക്കാൻ നേരത്തെ മൊബൈൽ കാണിക്കുമ്പോൾ അവർ തൊടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ അണുക്കൾ അവരിലേക്ക് എത്താനുള്ള വളരെ വലിയൊരു ചാൻസാണ് ഉള്ളത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തതും, പക്ഷേ പലരും അത് നെഗറ്റീവായിട്ടാണ് എടുത്തത്. ഈ കാണുന്നതാണ് IP, ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസുകളെല്ലാം സാനിറ്റൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. മാസത്തിൽ 1-2 തവണ ഇതേപോലെ ഈ സൊല്യൂഷനിൽ നമ്മൾ സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് മൈക്രോ ഫൈബർ ക്ലോത്തിലേക്ക് സ്പ്രേ ചെയ്തതിന് ശേഷം അത് വെച്ച് നമ്മുടെ ഡിവൈസ് ക്ലീൻ ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഒരുപാട് മൈക്രോബ്സ് ഇതുവഴി നശിച്ചു പോകുന്നതാണ്. ക്യാമറ ലെൻസ് പൊട്ടിയവരും അതുപോലെ തന്നെ ഡിസ്പ്ലേ പൊട്ടിയവരും IPയെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. അതിനുള്ളിൽ കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ കുട്ടികൾ ഈ ഡിവൈസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതേപോലെ സാനിറ്റൈസ് ചെയ്ത് ഉപയോഗിക്കാൻ മറക്കല്ലേ.